ഞാനേ കോട്ടയം സ്റ്റൈൽ മീൻകറി വെക്കുന്നത് എങ്ങനെയാണെന്ന് പറയട്ടെ. കോട്ടയത്ത് തന്നെ പലരും പല രീതിക്കായിരിക്കും വെക്കുന്നത്. ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഒരു ചട്ടി ചൂടായി ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് ഉലുവ പൊട്ടിച്ചെടുക്കണം. ഉലുവ പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം ചതച്ചതും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴന്നു വരുന്നതിലേക്ക് ഞാനിവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. മുളക് പൊടി ഞാൻ കളറും വേണം എന്നാൽ എരിവും വേണ്ടതുകൊണ്ട് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ സാദാ മുളക് പൊടിയും കൂടിയാണ് ആഡ് ചെയ്തേക്കുന്നത്. ഞാനിവിടെ വലിയ മീൻ എടുത്തത് കൊണ്ട് മോത, കേര അതുപോലത്തെ മീനൊക്കെ ആണെങ്കിൽ ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്യാറില്ല. ചെറിയ ചെറിയ മീനുകളാണെങ്കിൽ ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്യാറുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഞാനിവിടെ കൊടംപുളി എന്ന് പറയുന്നത് 2 അല്ലിയാണ് എടുത്തേക്കുന്നത്. അതെന്നാന്ന് വെച്ചാൽ നല്ല പുളിയുള്ള കുടംപുളി ആയതുകൊണ്ട് 2 അല്ലി കുടംപുളി ആണ് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മീനും ആഡ് ചെയ്ത് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ തിളച്ച് വന്നിട്ട് നന്നായിട്ട് കുറുകി എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള എന്നാ പറയുന്ന ഒരു ചെറിയൊരു കോട്ടയം സ്റ്റൈൽ മീൻകറി നമുക്ക് റെഡിയാക്കി എടുക്കാം. താങ്ക്